ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ശ്രീ കല്യാണ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. പാലക്കാട് ടൗണിൽ നിന്ന് ചിറ്റൂരിലേക്ക് പോകുന്ന വഴിയിൽ കൊടുമ്പിൽ റോഡ് സൈഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്കുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവമാണ്. ആനയുണ്ട്, കൊട്ടുണ്ട്, കളിയുണ്ട്, ആകെ ട്രാഫിക് ബ്ലോക്കാണ്. ഈ പൊൽപ്പുള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് നേരം നിന്നു. ഓലശ്ശേരിക്കുള്ള റോഡിൽ ആന നിൽപ്പുണ്ട്. ആകെ ഒരു ഉത്സവ അന്തരീക്ഷമാണ്. ഉത്സവപ്പറമ്പിലെ പതിവ് കാഴ്ചകളായ പൊരിയും കോരിമിഠായും നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പഴനിമുരുകൻ്റെ പകുതിയായി കണക്കാക്കപ്പെടുന്ന കൊടുമ്പ് മുരുകൻ കോവിലിൽ എത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായൊരു രഥോത്സവമാണ് കൊടുമ്പ് രഥോത്സവം. മകരമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ എതിർവശത്ത് ശ്രീ വരദരാജ പെരുമാളിൻ്റെ ഒരു ക്ഷേത്രവും കാണാം. ക്ഷേത്രത്തിലും പരിസരത്തുമായി ഭഗവാന്റെ കഥകളും അവതാര കഥകളും പറയുന്ന ഒരുപാട് ചുമർ ചിത്രങ്ങൾ കാണാം. കാളയുടെ പുറത്ത് ഭഗവാന്റെ വിഗ്രഹവുമായി കാണുന്ന ഈ പെയിന്റിംഗ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്നു. പണ്ട് ഒരു പറ്റം നൂലുനൂൽപ്പുകാർ കൊടുമ്പ് ഗ്രാമത്തിൽ നിന്ന് വ്യാപാര ആവശ്യങ്ങൾക്കായി തിരുപ്പൂർ ഭാഗത്തേക്ക് പോകുന്ന വഴി കാനനത്തിൽ നിന്ന് ഞാനും കൂടെ വരുന്നു എന്നൊരു ശബ്ദം കേട്ടു. അതോടെ കാളകൾ മുന്നോട്ട് നീങ്ങാതെയായി. നെയ്ത്തുകാർ ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. വീണ്ടും ഞാനും വരുന്നു എന്ന ശബ്ദം മുഴങ്ങിക്കേട്ടു. ശബ്ദം കേട്ട കുറ്റിക്കാട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ കണ്ടത് ഒരു വലിയ തിളങ്ങുന്ന കല്ലാണ്. ആ കല്ലെടുത്ത് കാളയുടെ പുറത്ത് വെച്ചതും കാള മുന്നോട്ട് നീങ്ങി തുടങ്ങി. തിരിച്ച് അവർ കൊടുമ്പിലെത്തി. പ്രാചീന കാലത്ത് ഇതൊരു ശിവക്ഷേത്രമായിരുന്നത്രേ. കല്യാണമൂർത്തിയായ കാർത്തികേയ സ്വാമികളെ പിന്നീട് ഇവിടെ പ്രതിഷ്ഠിച്ചതാണ്. ശാന്തസ്വരൂപമായ കല്യാണ സുബ്രഹ്മണ്യ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. പത്നിമാരായ വള്ളിയോടും ദേവയാനിയോടും കൂടെ ഇരിക്കുന്ന കാർത്തികേയനെ കല്യാണ സ്വരൂപനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തിരക്ക് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ക്ഷേത്ര കവാടം. ഇപ്പം നല്ല തിരക്കായി. ഇത് ദർശനത്തിനുള്ള ക്യൂ ആണ്. ഇന്നിവിടെ അന്നദാനവും ഉണ്ട്. അതിനുള്ള ക്യൂവും ഇവിടെ ഉണ്ട്. നമ്മൾ അവിടെ നിന്നും ഇറങ്ങി വരദരാജ ക്ഷേത്രത്തിലേക്ക് കയറി. അവിടെയുള്ള ചുമർ ചിത്രങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട 10 അവതാരങ്ങളായ ദശാവതാരത്തിൻ്റെ ചിത്രങ്ങളുണ്ട് ഇവിടെ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഓരോ ചിത്രത്തിലും പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അഷ്ടലക്ഷ്മിയാണ്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേക്കും പലതും മറന്നുപോയി. രഥോത്സവത്തിൻ്റെ കാര്യപരിപാടികളുടെ ബോർഡാണിത്. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന രഥോത്സവമാണിത്. വൈകുന്നേരമാണ് തേരുരുളുന്നത്. അവിടുന്ന് ഓരോ ഐസ്ക്രീമും വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി. പഴയ തമിഴ് ശൈലിയിലുള്ള ഓടിട്ട വീടുകളാണ് ഇവിടെ ഏറെയും. ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്തായി ശോകനാശിനി പുഴയൊഴുകുന്നുണ്ട്. മൊട്ടയടിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഇവിടെ ഒരു സംഭാര വിതരണം നടക്കുന്നുണ്ട്. പൊള്ളുന്ന വെയിലിൽ ഇതൊരു ആശ്വാസം തന്നെയാണ്. നല്ല രുചിയും ഉണ്ട് ഈ സംഭാരത്തിന്. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.